പ്രിയപ്പെട്ടവരെ, സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ, കരയാതന്നാരോമൽ തുമ്പി. മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു പാട്ടാണ് അല്ലേ? പക്ഷെ ഈ പാട്ടിപ്പം ഇവിടെ പാടാൻ കാര്യം ഞാൻ ആലോചിക്കുമായിരുന്നേ, പണ്ട് ആദി കവിയുടെ കാലം മുതൽ, ആ ക്രൗഞ്ചപക്ഷികളുടെ കാലം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഗായകരും, എല്ലാ കവികളും, എല്ലാ സാഹിത്യകാരന്മാരും ഒക്കെ പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹബന്ധത്തെക്കുറിച്ചല്ലേ? തീർച്ചയായിട്ടും സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെ. ഈ സ്നേഹം തന്നെ പലതരത്തിലുണ്ട്. സ്നേഹം, പ്രേമം, വാത്സല്യം, അല്ലെങ്കിൽ ലവ്, അഫിനിറ്റി, ഇന്റിമസി, അഫെക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഏത് തരത്തിലുള്ള സ്നേഹമായാലും ശരി, ഇന്റിമസി ഈസ് മസ്റ്റ്. ഇന്റിമസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിലുള്ള, ഇപ്പോൾ ഒരാളുടെ മനസ്സിലുള്ള തീവ്രമായ വികാരങ്ങൾ, അത് സങ്കടമാകാം, സന്തോഷമാകാം, ആശങ്കയാകാം, ആകുലതയാകാം, ഇതെന്തായാലും പങ്കുവെക്കാൻ ഒരാൾ. അതുപോലെ അതാണ് നമ്മുടെ ഇന്റിമേറ്റ്. അതുപോലെ തിരിച്ചും ഒരാളിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പങ്കുവെക്കുമ്പോൾ ഈ ആൾ ആ ആളുടെ ഇന്റിമേറ്റ് ആകുന്നു. അവർ തമ്മിലുള്ള ആ ബന്ധമാണ് ഇന്റിമസി എന്ന് നമ്മൾ പറയുന്നത്. അതെ, ഒരു മുൻവിധിയുമില്ലാതെ ഏത് പ്രതിസന്ധികളിലും നമ്മളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആത്മബന്ധം അല്ലേ? അതുപോലെ തന്നെ അവര് ആ ഒരു ആന്തരികതയാണ്, അത് സാന്ദ്രമായ ഒരു ബന്ധമാണിത്. അതാണ് ഒരു ഇന്റിമേറ്റ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരു സെക്ഷൽ റിലേഷൻസ് മാത്രമല്ല, അതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് റിലേഷൻസും മാത്രമല്ല. ഇന്റിമസി 4 തരത്തിലുണ്ട്. അതെ. ഒന്നാമതായിട്ട് അത് ഇമോഷണൽ ഇന്റിമസിയാണ്. എന്ന് പറയുമ്പോൾ വൈകാരികമായ ഒരു ഇന്റിമസി വരുന്നു. അതാണ് ഇമോഷണൽ ഇന്റിമസി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നത് ഫിസിക്കൽ ഇന്റിമസിയാണ്. ഇപ്പം സ്പർശനം മൂലം ഉണ്ടായി വരുന്ന ഒരു ഇന്റിമസി. ഇപ്പോൾ ഒരാൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു, 2 പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു, അപ്പം നമ്മൾ അറിയാതെ ഒരു ഇന്റിമസി ഫോം ചെയ്യുന്നു, ഒരു ആത്മബന്ധം. അതെ അതെ. പിന്നെ വരുന്നത് ഇന്റലക്ച്വൽ ഇന്റിമസി. ബൗദ്ധികമായ കാര്യങ്ങൾ, ഒരേ രീതിയിൽ ബൗദ്ധികമായി ചിന്തിക്കുന്ന ആളുകൾ പരസ്പരം കണ്ടുമുട്ടി സംസാരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇന്റിമസി രൂപപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ വരുന്നത് സ്പിരിച്വൽ ഇന്റിമസിയാണ്. അതെന്താണ്? ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കുകയും ആ ആത്മീയതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഇന്റിമസിക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്പിരിച്വൽ ഇന്റിമസി. അപ്പോൾ ആ ഇന്റിമസി എന്നത് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ ആ ഇന്റിമേറ്റിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? അതാ വേറൊരു വലിയ പ്രശ്നം. അതെ. ഇപ്പം നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരോടും അങ്ങ് തുറന്നു പറയേണ്ട കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാനും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പം, ഇന്റിമേറ്റിനെ തിരഞ്ഞെടുക്കുമ്പം വിശ്വസ്തനായിരിക്കാം. തീർച്ചയായിട്ടും. അത് നമ്മളുടെ സ്പൗസ് ആകാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് ആകാം, നമ്മളുടെ പേരൻസ് ആകാം, സിബ്ലിങ്സ് ആകാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെയ്ബറിനെ ആകാം. ഇവരാരോട് നമ്മളുടെ മനസ്സ് പൂർണ്ണമായിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ നന്മയിലേക്ക് മുന്നോട്ട് നയിക്കുന്ന, നമ്മളുടെ രഹസ്യങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു കൗൺസിലറിന്റെ സഹായവും തേടാം. അതുപോലെ ചിലരുണ്ട് ആയ കാലത്ത് അഹങ്കാരം കൊണ്ടോ അല്ലെ അമിതമായ ആത്മവിശ്വാസം കൊണ്ടോ ഞാൻ ഒറ്റയ്ക്കങ്ങ് പൊക്കോളാം, എനിക്കൊരു ഇന്റിമേറ്റും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ. അങ്ങനെ വരുമ്പോഴുണ്ടല്ലോ, അവർക്ക് ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ ആരും സഹായിക്കാനുണ്ടാവില്ല. അത് അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇന്റിമേറ്റ് ഉണ്ടാകുക എന്ന് പറയുന്ന മനസ്സിന്റെ ഒരു സമാധാനമാണെന്ന് പറയാം. അതെ അതെ. അപ്പം ഈ ഇന്റിമസി അല്ലെ ഇന്റിമേറ്റ് ഉണ്ടാകുമ്പോൾ അവരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു ബ്രെയിൻ കെമിസ്ട്രി ഉണ്ട്. അതെ, ഒരു ഫീൽ ഗുഡ് ഹോർമോൺസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിൽ, ബ്രെയിനിൽ ഈ ഹോർമോൺസ് ഉണ്ടാകുന്നതുകൊണ്ട് എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോണിന്റെ പ്രവർത്തനം കൊണ്ട് ഉന്മേഷം തോന്നും, ഉത്സാഹം തോന്നും, സന്തോഷം തോന്നും, ആരോഗ്യം തോന്നും, മനസ്സിനും നല്ല ആരോഗ്യം തോന്നും. കാരണം നന്നായിട്ട് ആഹാരം കഴിക്കും, അത് പിടിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ മനസ്സിന്റെ സന്തോഷം ഒരു സെൽഫ് വെർത്തായിട്ട് വർദ്ധിക്കും. അപ്പം നമുക്ക് കോൺഫിഡൻസ് വരും, സമാധാനം വരും, പിന്നെ അവിടെ ഒരു സ്ട്രെസ്സിന്റെ ആവശ്യമേ വരില്ല. അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ് റിലീഫ് ആയിരിക്കും. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മളെ തന്നെ വെറുക്കുന്ന ഒരു സെൽഫ് ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു മനോവൈകല്യമുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഇന്റിമസിയിലൂടെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യണോ, അത് വേണ്ട, അടുത്ത് ചെയ്യുമ്പോൾ അത് വേണോ, അത് വേണ്ട, എന്നാൽ മറ്റേതാകാം. ഇങ്ങനെ ഒരു ഉറപ്പില്ലായ്മ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവേണ്ട ആവശ്യം വരുന്നില്ല, ഡിപ്രഷനിലോട്ട് പോവില്ല, അപ്പൊ ലോൺലിനെസ്സും വരില്ല. അതെ, ഈ ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വില്ലനാണ്. ഏകാന്തത, നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് തോന്നുന്ന പലരും ഏകാന്തതയ്ക്ക് അടിമയാണ്. വളരെ പ്രതിഭയുള്ള പല ആളുകളും, വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന പല ആളുകളും
നമുക്ക് കേൾക്കാം ഒരു ദിവസം ആത്മഹത്യ ചെയ്തു. അയ്യോ, ഇപ്പൊ ഈ ആത്മഹത്യകൾ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലം. സ്കൂൾ കുട്ടികൾ വരെ, കുട്ടികൾ വരെ, കൊച്ചു സ്കൂൾ കുട്ടികൾ മുതൽ ആ പ്രായം ഒരു ഘടകമല്ല ഇപ്പൊ. അല്ല. അങ്ങനെ ഈ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നതിനുള്ള പ്രധാന കാരണം അവർക്കൊരു ഇന്റിമേറ്റ് ഇല്ല എന്നുള്ളതാണ്. ഇത് ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എല്ലാവരും പറയും അവർക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആ ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു നിമിഷം ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ. പക്ഷെ അതെങ്ങനെ മാറിപ്പോകാനാ അല്ലേ? അവര് അതിലോട്ട് എത്തിപ്പെടാനായിട്ട് ഒരു ഇന്റിമേറ്റിനോട് ഇതെല്ലാം പറയണ്ടേ? അങ്ങനെ ഒരു ഇന്റിമേറ്റിനോട് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആത്മഹത്യ പ്രവണത അതെല്ലാം മാറ്റാവുന്ന. അങ്ങനെ ചെയ്യാവുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇന്റിമേറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ആത്മഹത്യകൾ ഒഴിവാക്കാമായിരുന്നു. ഇനിയും നമുക്കത് ചെയ്യണം. അതെ, ഒരു പ്രശ്നം വരുമ്പോൾ ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ ഒരു ഇന്റിമേറ്റ് എങ്കിലും ഉണ്ടാകും. അങ്ങനെ എല്ലാവർക്കും ഇന്റിമസി ഉണ്ടാവട്ടെ, ഇന്റിമേറ്റ്സ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.